ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. മരക്കൂട്ടത്ത് തീർത്ഥാടകർ ബാരിക്കേഡ് മറികടന്നു. തിക്കിലും തിരക്കിലും പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് പരിക്കേറ്റു. നട തുറന്ന് 4 മണിക്കൂറുകൾക്കുള്ളിൽ 50,000-ലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ രമേശ്, മകരവിളക്ക് എത്തുകയായി, അതോടൊപ്പം തന്നെ നട തുറന്നു കഴിഞ്ഞു. ഭക്തജനങ്ങളുടെ പ്രവാഹമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗൗതം, ഇന്ന് മകരവിളക്കിനായിട്ട് ഇന്ന് വൈകിട്ട് നട തുറന്നതേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം ആകുന്നു. വലിയ ഭക്തജനത്തിരക്ക് ഈ സമയം സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നട തുറന്ന് ആദ്യ സമയങ്ങൾ മുതൽ തന്നെ ആ ഒരു തിരക്കുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകർ ദർശനത്തിനായിട്ട് പമ്പയിലടക്കം വന്ന് വിരിവെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്കൊരു 12 മണിയോട് കൂടിയിട്ടാണ് തീർത്ഥാടകരൊക്കെ സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് കടത്തിവിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തുടർന്ന് വൈകുന്നേരം 5 മണി മുതലാണ് 18-ാം പടി ചവിട്ടിപ്പിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വന്ന് നിൽക്കുന്ന തീർത്ഥാടകരൊക്കെ ഇപ്പോൾ വലിയ തിരക്കായിട്ട് മാറിയിരിക്കുകയാണ്. നിലവിൽ പമ്പ മുതൽ ഇപ്പോഴും തീർത്ഥാടകർ ഇങ്ങനെ ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. മണിക്കൂറായിട്ട് കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ നമ്മളിപ്പോൾ കാണുന്നത് സന്നിധാനത്തെ തിരക്കാണ് കാണുന്നത്. 18-ാം പടി ചവിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ തിരക്കാണ് കാണുന്നത്. ഒപ്പം വലിയ നടപ്പന്തൽ പൂർണ്ണമായിട്ടും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, വലിയ നടപ്പന്തൽ മുതൽ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ വരി തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം അല്പസമയം മുമ്പ് മരക്കൂട്ടത്ത് ഇത്തരത്തിൽ ഈ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് വെച്ചിരുന്ന ബാരിക്കേഡ് തീർത്ഥാടകർ മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിന്റെ നിർദ്ദേശം പാലിക്കാതെ തീർത്ഥാടകർ ബാരിക്കേഡ് തകർത്ത് മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് ചെറിയ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. ഒപ്പം ഇപ്പോഴും ആ ഭാഗങ്ങളിൽ പോലീസിന്റെ നിയന്ത്രണത്തിന് അതീതമായിട്ടാണ് തീർത്ഥാടകരുടെ ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ചിട്ട് പോലും തീർത്ഥാടകരെ അത് മറികടന്ന് ഇപ്പോഴും സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരംകുത്തി മുതൽ ഇങ്ങോട്ട് തീർത്ഥാടകർക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ മണിക്കൂറുകളായിട്ട് വരി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട്. ഒപ്പം ഇത് മാത്രമല്ല, ഈ പാത വഴി മാത്രമല്ല, പുല്ലുമേട് വഴി കടന്നു വരുന്ന തീർത്ഥാടകരുടെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സന്നിധാനത്ത് 18-ാം പടിക്ക് ഇടതുവശത്തായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പുല്ലുമേട് വഴി കടന്നു വരുന്ന തീർത്ഥാടകരാണ്. അവിടെയും വലിയ തീർത്ഥാടക ബാഹുല്യം കാണാനായിട്ട് സാധിക്കുന്നു. അവർക്ക് പ്രത്യേക വഴിയാണ് 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അവിടെയും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഇതുവരെ ഏകദേശം 50,000-ലധികം തീർത്ഥാടകർ കേവലം 5 മണിക്കൂറുകൾ കൊണ്ട് മാത്രം സന്നിധാനത്ത് ദർശനം നടത്തിയിട്ടുണ്ട്. ഒപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു കാര്യമായിട്ട് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇന്ന് പുതിയ പോലീസ് ബാച്ച് ചുമതല ഏറ്റെടുത്തതേ ഉള്ളൂ. 4ാമത്തെ പോലീസ് ബാച്ച്. ഒരുപക്ഷെ അവർക്കൊരു അനുഭവ പരിചയമാവുന്നതിന് മുമ്പ് ഇത്തരത്തിൽ തീർത്ഥാടകരുടെ സംഖ്യ വളരെ വലുതായിട്ട് വർദ്ധിച്ചത് അവരുടെ നിയന്ത്രണത്തിന് അതീതമായിട്ട് കാര്യങ്ങൾ പോകാനായിട്ട് ഇടയാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം 18-ാം പടി കയറ്റുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ മണിക്കൂറിൽ 80ഓളം തീർത്ഥാടകരെയൊക്കെ ഒരു മിനിറ്റിൽ 18-ാം പടി ചവിട്ടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ സംഖ്യ എത്തിയില്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ താഴോട്ട് പിന്നീട് അങ്ങോട്ട് വലിയ തിരക്കും വലിയ ക്യൂവും അടക്കം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ഇന്നിപ്പോൾ ഇനി ഹരിവരാസനം പാടി നടയടയ്ക്കാൻ വേണ്ടി 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇനിയും ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഇവർക്കാർക്കും ദർശനം സാധ്യമാവുകയില്ല. ഇന്ന് ഈ തിരക്ക് ഇവിടെ മുതൽ തുടരുകയാണെങ്കിൽ അത് വരുന്ന ദിവസങ്ങളിലെ തീർത്ഥാടനത്തെയും ബാധിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങൾ കൂടി വരുന്ന തീർത്ഥാടകർ അവർക്ക് ഇത്തരത്തിൽ സുഗമമായിട്ട് മല കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തെ നിലവിൽ ഏതു വിധത്തിലായിരിക്കും ഇനി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയെന്നാണ് നോക്കിക്കാണേണ്ടത്. ഗൗതം, ശരി. സന്നിധാനത്ത് നിന്നും ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്. മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറുകയാണ് എന്നാണ് ഗോകുൽ നൽകുന്ന റിപ്പോർട്ട്. വിശദാംശങ്ങൾ പങ്കുവച്ചത് സന്നിധാനത്ത് നിന്നും ഗോകുൽ രമേശ്.